ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. രാവിലെ അല്ല, ഇപ്പോൾ സമയം ഞാൻ പറയാം. 8:15. പല്ലേക്ക് നമുക്ക് കാപ്പി ഇടാം. ഓക്കെ, അപ്പം ഇനി ഞാൻ ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കാം. ഓക്കെ, രാവിലെ കാപ്പി ഇടണം. ഇതാണ് എൻ്റെ അടുക്കള. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതാട്ടോ. ഫുഡൊക്കെ ഇരിപ്പുണ്ട്. ചിക്കൻ കറി നമുക്ക് ചൂടാക്കാം. ചോറ് വെക്കണം. കാപ്പിയൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഉറുമ്പ് ഒരു രീതിയിൽ വിട്ടോ. ഞാൻ ബിരിയാണി ഇന്നലെ വെച്ചതാ. അത് കുറച്ചെടുത്ത് ദമ്മി. അതിനകത്ത് മൊത്തം ഉറുമ്പ് കണ്ട മൊത്തം ഉറുമ്പായിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തോട്ട് പോയിട്ടില്ല. ഇവിടെ 4 വശമുണ്ട്. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ചൂടാക്കാൻ വെച്ചു. രാവിലെ നമ്മൾ കാപ്പിയാണ് ഇടുന്നത്. നമ്മുടെ കാപ്പിക്ക് അത് സ്പൈസസ് ഒക്കെ ഉള്ളൊരു കാപ്പിപ്പൊടിയായിരുന്നത്. ഞങ്ങൾ ഒരു ദിവസം വാഗമണ്ണി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് നല്ല കാപ്പിപ്പൊടിയാണ്. ഈ കാപ്പിയാണ് രാവിലെ ഞാൻ മിക്കവാറും കുടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ചില ദിവസം സമയമുള്ളപ്പോൾ ഇതുപോലെ വെള്ളം കുടിച്ച് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അത് പതിവൊന്നുമില്ല. ഇപ്പോൾ വീട്ടിൽ ചെന്നിരിക്കുന്നതുകൊണ്ട് പതിവില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ എല്ലാ കാര്യങ്ങളും ഒത്തു വരുന്നതുകൊണ്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ മുറി മൊത്തം ആദ്യം എന്തൊക്കെയോ റസ്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ആക്കിയിട്ട് അതെല്ലാം തൂത്തുവാരി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരാൾ താഴോട്ട് നോക്കി ഇങ്ങനെ നിൽക്കും. ഇവൻ്റെ സ്ഥിരം പരിപാടി ഈ ജനലിൽ കയറുക, താഴോട്ട് നോക്കിയിരിക്കുക. പിന്നെ നമുക്കിനി അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടെ ചന്തയിൽ വരെ പോകണമായിരുന്നു. നമ്മുടെ ശാസ്താംകോട്ട കൊച്ചാഞ്ഞിലിമൂട് ചന്തയിൽ. അവിടെയാണ് മീൻ അത്യാവശ്യം വില കുറഞ്ഞും നല്ല ലാഭത്തിലുമൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മൾ ബസ്സിലാണ് വന്നത്. ബസ്സിൽ വന്നു. ഞാനും അമ്മയും അവനും കൂടാണ് എല്ലാ പ്രാവശ്യം ഞങ്ങൾ 3 പേരൂടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ചെന്നപ്പോൾ ഒരു 11:30-12 മണിയായി. ഏകദേശം മീനെല്ലാം ഒരുപാട് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വലിയ മീനുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉണ്ട്, നമ്മുടെ ചൂരയുണ്ട്. മത്തി ഞാൻ കണ്ടതേ ഇല്ല. മത്തി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു പോയതാണ്, പക്ഷെ കണ്ടില്ല. ചൂര ഒരുപാട് ഇരിപ്പുണ്ട്. ഇത് ഒരു അമ്മ പറഞ്ഞത് ചൂരയ്ക്ക് 1 കിലോയ്ക്ക് 200 രൂപ. അപ്പം 2-2.5 കിലോയ്ക്ക് ആകുമ്പോഴത്തേക്ക് 500-600 രൂപ. നമ്മൾ 600 രൂപയ്ക്ക് ഇവരുടെ കയ്യിൽ നിന്നല്ല, വേറൊരു ഈ ആൻറ്റിയുടെ കയ്യിൽ നിന്നാണ് തോന്നുന്നു. ഇവരുടെ കയ്യിൽ നിന്നും ഒരു 600 രൂപയ്ക്ക് നമ്മളൊരു ചൂര വാങ്ങിച്ച്. അത്യാവശ്യം വലിയ ചൂര തന്നെ, 2.5 കിലോ ഉണ്ടായിരുന്നു. പിന്നെ ഈ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മറ്റേ ചിപ്സ് വാങ്ങിച്ചു. പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. 1 കിലോയ്ക്ക് 110 രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരിങ്ങയ്ക്കയുണ്ട്. മുരിങ്ങയ്ക്ക 40 രൂപയുള്ളൂ, നാടൻ മുരിങ്ങയ്ക്ക. പിന്നെ കരിമീൻ, അങ്ങനെ ഞണ്ട്, എല്ലാ മീനുകളും കിട്ടും. പിന്നെ ഞാൻ മറ്റേ എന്തോ ഒരു കണ്ണനയിലെന്ന് പറയുന്നൊരു മീൻ വാങ്ങിച്ചു. അത് 100 രൂപ 1 കിലോ. ഞങ്ങളുടെ 7 മൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കിലോയ്ക്ക് 100 രൂപയാണ്. ഇത് 1 കിലോ ഇഷ്ടംപോലെ മീനും പറക്കിയിട്ടാണ് അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴുത്ത മാങ്ങ വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, മാങ്ങ, നാരങ്ങ, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ വാങ്ങിച്ചുള്ളൂ. അമ്മ പിന്നെ മീൻ എല്ലാം വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ മെയിനായിട്ടും ബീഫ് വാങ്ങിക്കാനാണ് പോയത്. പക്ഷേ ഇന്ന് അപ്പുറത്ത് കാണാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ മാങ്ങ വാങ്ങിച്ച കടയിലെ പുള്ളി പറഞ്ഞത് ഇപ്പോൾ അപ്പുറത്തോട്ട് മാറിയത്. പിന്നെ അവിടെ പോയി ബീഫ് വാങ്ങിച്ചു. ലാസ്റ്റ് തീരാറായിരുന്നു, കരളൊന്നും കിട്ടിയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ സോഡ ലൈം ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബസ്സിനകത്ത് KSRTC കിട്ടി. അതിനകത്ത് കയറിയപ്പോൾ ഒരു അമ്മയെ കിട്ടി. ആ അമ്മ കടമ്പനാട് വരെ സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. കഷ്ടം, അവരുടെ കാര്യങ്ങളെല്ലാം എന്നോട് പറയും. ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കും. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വന്നത്. വീട്ടിൽ വന്നു. അമ്മ സാധനങ്ങളെല്ലാം പറക്കുന്ന തിരക്കിൽ. പിന്നെ കേശു അവിടെ ഇരിപ്പുണ്ട്. വന്നപ്പോഴേ മാങ്ങ ചെത്തി നമ്മൾ പാത്രത്തിലാക്കി. അത് കഴിച്ച് കൊള്ളാം, നല്ല മാങ്ങയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മഹാലക്ഷ്മി ഒന്ന് എടുത്തു. കുറേ ദിവസത്തിന് ശേഷം അവളെ എടുക്കുന്നത്. മഹാലക്ഷ്മിയോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. മഹാലക്ഷ്മി ഒത്തിരി മിസ് ചെയ്ത് കേട്ടോ. മഹാലക്ഷ്മി